ഹായ്, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കൺവേർജൻസ് ടെസ്റ്റ് ഫോർ സീരീസ് കണ്ടെയ്നിങ് ഓൺലി പോസിറ്റീവ് ടേംസ്. അതായത് സീരീസുകൾ എന്താണ് കൺവേർജ് ചെയ്യുക, എന്താണ് ഡൈവേർജ് ചെയ്യുക എന്നുള്ള മീനിങ് ഞാൻ പറഞ്ഞു അല്ലേ. ആ ഇൻഫിനിറ്റി സം എടുക്കുമ്പം ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറയും കൺവേർജ് ചെയ്യും. അങ്ങനെ സീരീസിന്റെ സം ഒരു കോൺസ്റ്റന്റ് വാല്യൂ വന്നില്ല എങ്കിൽ ഓക്കെ, ഒന്നുകിൽ ഇൻഫിനിറ്റിയിലേക്ക് പോവുക, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരാമല്ലോ. ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് പോകുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ഡൈവേർജൻസ് എന്ന് പറയും. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺവേർജൻസ് ടെസ്റ്റുകളെ കുറിച്ചാണ്. ഒരു സീരീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കും. അതിനെ സഹായിക്കുന്ന ചില ടെസ്റ്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. തിയറം 1 ഫസ്റ്റ് ഒരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിന്റെ പേര് നോക്കി, എൻഡ് ടേം ടെസ്റ്റ്. ഓക്കെ, അതാണ് ആ ടെസ്റ്റിന്റെ പേര്, എൻഡ് ടേം ടെസ്റ്റ് എന്നാണ് പേര്. അത് ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നതിന്റെ നെസസറി കണ്ടീഷൻ ആണ് പറയുന്നത്. ഓക്കെ, എന്താണ് നെസസറി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പാലിക്കേണ്ട ഒരു റൂള്, കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനാണ് നമ്മൾ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെസസറി കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഇതാണ്, എ നെസസറി കണ്ടീഷൻ ഫോർ ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ്. നമ്മൾ സീരീസിനെ എങ്ങനെ എഴുതുന്നത്? സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി un. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് വെച്ചാൽ എന്താണ്? u1 പ്ലസ് u2 പ്ലസ് u3 പ്ലസ് എക്സെട്ര. അതാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, un എന്ന് പറയുന്നത് എന്താണ്? എന്ത് ടേം ആണ്. ഓക്കെ, അപ്പം ഈ സീരീസ്, ഈ പറഞ്ഞിരിക്കുന്ന ഈ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി un എന്ന് പറയുന്ന ഈ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്ന സെന്റൻസ് ശ്രദ്ധിക്കണം, കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ എൻഡ് ടേമിന്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ന്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് താഴെ അതിന്റെ ഒരു സിമ്പിൾ ഒറ്റ ലൈനിൽ പറഞ്ഞിരിക്കുകയാണ്, ദാറ്റ് ഈസ് if the series sigma n equal to 1 to infinity un converges ആണെങ്കിൽ ലിമിറ്റ് n tends to infinity un എന്തായിരിക്കും? ഉറപ്പായിട്ടും ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ടേമിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ സെന്റൻസിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. കൺവേർജ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കണം? ലിമിറ്റ് n tends to infinity un 0 ആണ്. ഒരിക്കലും ഇവിടെ പറയുന്നില്ല എന്ത് ടേമിന്റെ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൺവേർജന്റ് എന്ന് പറയുന്നില്ല. വ്യത്യാസം മനസ്സിലായേ? ഇനി ഉദാഹരണം പറയാം. ഇപ്പൊ കോളേജിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾക്ക് എത്ര വയസ്സ് വേണം? 17 വയസ്സിന് മുകളിൽ വേണം ഡിഗ്രിക്ക് ആണെങ്കിൽ. എന്ന് വെച്ച് 17 വയസ്സുള്ള എല്ലാവർക്കും കോളേജിൽ ചേരാൻ പറ്റുമോ? ഇല്ല. വേറെയും കണ്ടീഷൻ ഉണ്ട്. എന്ത്? +2 പാസ് ആകണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ശരിയല്ലേ? എന്ന് പറയുന്നത് പോലെ ലിമിറ്റ് n tends to infinity un ഈക്വൽ ടു 0 ആയേ പറ്റൂ. എന്ന് വെച്ച് എന്താണോന്നില്ല, കൺവേർജൻസ് നടക്കണമെന്ന് ഇല്ല. ഓക്കെ, അതാണ് പറയുന്നത്. അറ്റൻഷൻ, അതാണ് പറയുന്നത്, ദ കണ്ടീഷൻ ഇൻ തിയറം 1 ഈസ് ഓൺലി നെസസറി ഫോർ കൺവേർജൻസ് ബട്ട് നോട്ട് സഫിഷ്യന്റ്. സഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ട് എന്ന് വെച്ച് അല്ലെ, സഫിഷ്യന്റ് അല്ല. ഇത് ലിമിറ്റ് എന്റെ ടേമിൽ ലിമിറ്റ് വാല്യൂ 0 ആയതുകൊണ്ട് സീരീസ് കൺവേർജ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ്. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇതിന്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് എന്ത് ടേമിന്റെ ലിമിറ്റ് വാല്യൂ 0 ആയതുകൊണ്ട് സീരീസ് എന്താണോന്നില്ല, കൺവേർജന്റ് ആകണമെന്ന് ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ടേമിന്റെ ലിമിറ്റ് വാല്യൂ എന്താണ്? 0 ആണ്. എന്ത് ടേമിന്റെ ലിമിറ്റ് വാല്യൂ 0 ആയെന്നും പറഞ്ഞ് എന്താവണമെന്നില്ല, കൺവേർജൻസ് ഉണ്ടാവണമെന്നും ഇല്ല. അതാണ് എന്റെ മീനിങ്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇതൊരു ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് പ്രോഗ്രഷൻ എന്താ? റെസിപ്രോക്കൽ ഓഫ് അരിത്മെറ്റിക് നമ്മൾ വിളിക്കുന്നതാണ് ഹാർമോണിക്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ക്ലിയർലി എന്താണ്? ഒരു ഹാർമോണിക് സീരീസ് ആണല്ലോ. ഓക്കെ, ഈ ഹാർമോണിക് സീരീസ് ഡൈവർജന്റ് ആണ്. അതിനുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. തൽക്കാലം നിങ്ങൾ ഇത് ഡൈവർജന്റ് ആണ് കേൾക്കുക. ഇത് ഡൈവർജന്റ് ആണ്, ഉറപ്പായിട്ടും ഡൈവർജന്റ് ആണ്, ടെസ്റ്റുകളുണ്ട്. പക്ഷേ ഇതിന്റെ എന്ത് ടേം ആരാ? ഇവിടുത്തെ എന്ത് ടേം എന്ന് പറയുന്നത് 1/n എന്ന് പറയുന്നതാണ്. ഇവിടുത്തെ എന്ത് എന്ത് ടേം എന്ന് പറയുന്നത് 1/n ആണ്. ഇവിടെ നോക്കിയേ, ലിമിറ്റ് n tends to infinity un, അതായത് 1/n അല്ലെ. 1/n വാല്യൂ എത്രയാണ്?
എന്നിന്റെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകണമെങ്കിൽ ടോട്ടൽ വാല്യൂ എത്രയിലേക്ക് പോകും? 0ലേക്ക് പോകും. നോക്കിയേ, ഇതൊരു കൗണ്ടർ എക്സാമ്പിളാ. ഇവിടെ എന്ത് ടേമിന്റെ വാല്യൂ ലിമിറ്റ് വാല്യൂ 0 ആണ് എന്ന് വെച്ച് എന്താകുന്നില്ല, കൺവേർജ് ചെയ്യുന്ന ഇല്ല. ഓക്കെ, അതാണ് പറയുന്നത്. എന്ത് ടേം ടെസ്റ്റ് വെച്ചിട്ട് ലിമിറ്റ് ടെൻഡൻസ് ടു UN എത്രയാണ്? 0 ആണ്. പക്ഷേ സീരീസ് എന്ത് ചെയ്യുന്നില്ല, it does not converge. ഓക്കെ, അപ്പം പിന്നെ ഈ ടെസ്റ്റ് കൊണ്ട് എന്താണ് ഗുണം? ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിമാർക്ക് നോക്കിയേ. ഈ തിയറം 1 കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സീരീസ് സിഗ്മ UN എടുക്കുന്നു, അതിന്റെ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി UN കണ്ടുപിടിക്കുന്നു, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ലിമിറ്റ് ടെൻഡൻസ് ടു UN 0 ആകുന്നില്ല എന്നിരിക്കട്ടെ, നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സീരീസ് ഡൈവർജന്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? എന്ത് ടേമിന്റെ ലിമിറ്റ് വാല്യൂ 0 ആകുക എന്നുള്ളതൊരു നെസസറി കണ്ടീഷനാണ്. ആ നെസസറി കണ്ടീഷൻ നടന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സീരീസ് ഡൈവർജന്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡൈവർജന്റ് ആയിട്ടുള്ള സീരീസുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. അല്ല, ആ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരോടെ പറഞ്ഞിരിക്കുകയാണ്. ഡൈവർജൻസ് ടെസ്റ്റ്, എന്ത് ടേം ടെസ്റ്റ്, അതായത് എന്ത് ടേം ടെസ്റ്റ് നടത്തിയിട്ട് എങ്ങനെ ഡൈവർജൻസ് പറയാൻ പറ്റും? അതായത് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി UN എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് ഇരിക്കട്ടെ, എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സീരീസ് എന്ത് ചെയ്യും? ഡൈവർജന്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഒരു സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ലിമിറ്റ് വാല്യൂ എന്തായി പറ്റും? എന്റെ ലിമിറ്റ് വാല്യൂ 0 ആയേ പറ്റും. ഓക്കെ, അതായത് ഈ ലിമിറ്റ് ടെൻഡൻസ് ടു UN ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് സീരീസിനെ പറ്റി എന്ത് പറയാൻ പറ്റും? ഒന്നെങ്കിൽ കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡൈവേർജ് ചെയ്യാം. നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ചെറിയ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. സീരീസ് ഇതാണ്. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി UN എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 2 + 3 + എക്സെട്ര. ഇതിന്റെ എന്ത് ടേം UN എന്ന് വെച്ചാൽ ആരാ? ഇവിടുത്തെ എന്ത് ടേം UN എന്ന് പറയുന്നത് n ആണ്. ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ച് നോക്കിയേ. ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി UN നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി UN, ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി n എന്ത് വരും? ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി n ഒരിക്കലും ഇത് എന്താവത്തില്ല, 0 ആകത്തില്ല. കാരണം ഇൻഫിനിറ്റിയിലേക്കല്ലേ പോകത്തുള്ളൂ. എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഈ സീരീസ് ഡൈവേർജ് ചെയ്യും. കാരണം കൺവേർജ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ടൈമിന്റെ ലിമിറ്റ് വാല്യൂ എന്തായി പോലെ? 0 ആയി പോലെ. 0 അല്ലെങ്കിൽ എന്താണ്? ഉറപ്പായിട്ടും ഈ സീരീസ് ഡൈവേർജ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത എക്സാമ്പിൾ ഇതാണ്. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n സ്ക്വയർ എന്ന് വെച്ചാൽ ഏതാ സീരീസ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇവിടുത്തെ എന്ത് ടേം UN എന്ന് വെച്ചാൽ ആരാണ്? ഇവിടുത്തെ UN എന്ന് വെച്ച് കഴിഞ്ഞാൽ n സ്ക്വയർ ആണ്. അതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ എന്ത് വരും? ലിമിറ്റ് ടെൻഡൻസ് ടു n സ്ക്വയർ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും? അത് ഒരിക്കലും 0 അല്ല, കാരണം അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ സീരീസ് എന്താണ്? it is divergent. ഓക്കെ, അതാണ് പറയുന്നത് നോട്ട് കൺവേർജന്റ്. നോട്ട് കൺവേർജന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈവേർജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ സീരീസ് ഇതാണ്. √1/2 + √2/3 + √3/4. അപ്പൊ ഈ രീതിക്ക് പോകുന്ന സീരീസ് ഇതിന്റെ എന്ത് ടേം എന്തായിരിക്കും? ഒന്നാമത്തെ ടേം √1/2, രണ്ടാമത്തെ ടേം √2/3. എങ്കിൽ എന്ത് ടേം എന്തായിരിക്കും? √n/n+1. ഓക്കെ, ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി √n/n+1 കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി അല്ല, ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് n നമുക്ക് കോമൺ എടുത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുകളിൽ നിന്ന് n എഴുതി, ഈ ഡിനോമിനേറ്ററിനെ n കോമൺ എടുത്താൽ എന്ത് വരും? n ഓഫ് ശരിയാണല്ലോ. ഈ n-ഉം ഈ n-ഉം തമ്മിൽ ക്യാൻസൽ ആയി പോയി. മിച്ചം എന്ത് വരും? √1/1+n. അതാണ് ഈ കിടക്കുന്നത്. ഇതിന്റെ ലിമിറ്റ് എടുത്താൽ എന്ത് വരും? ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി 1/n വാല്യൂ, ഈ 1/n വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അതാണ് ഇരിക്കുന്നത് √1/1+0. അതിന്റെ വാല്യൂ 1, which is not equal to 0. അതുകൊണ്ട് നമ്മുടെ സീരീസ് എന്തായിരിക്കും? കൺവേർജ് ചെയ്തില്ല. ഓക്കെ, which is divergent. ഇനി അടുത്ത എക്സാമ്പിൾ. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n+1/n.
ഇതിന്റെ എന്ത് ടേം un എന്ന് വെച്ചാൽ ആരാ? un എന്ന് വെച്ച് കഴിഞ്ഞാൽ n+1/n. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി un കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി un എന്ന് വെച്ചാൽ ആരാ? n+1/n. നേരത്തെ പോലെ നമ്മൾ n കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുന്നു, ന്യൂമറേറ്ററിന് n പുറത്ത് എടുക്കുന്നു. അപ്പൊ എന്ത് വരും? 1+1/. ഡിനോമിനേറ്ററിന് n, ഈ n വെട്ടിപ്പോയി, മിച്ചം വരും ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി 1+1/. ഈ 1/n എന്തായി പോകും? 0 ആയി പോകും. സോ 1+0 = 1. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് നമ്മുടെ സീരീസ് എന്ത് ചെയ്യും? നമ്മുടെ സീരീസ് ഡൈവേർജ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഞാൻ പറയാൻ കഴിഞ്ഞാൽ ദ സീരീസ് സിഗ്മ n = 1 to ∞ - n/2n+1. ഇവിടുത്തെ എന്ത് ടേം un എന്ന് പറയുന്ന ആര് വരും? -n/2n+5. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണ്ട, ഈ കിടക്കുന്ന എഴുതണ്ട, ഇതിൽ ഈ സെന്റൻസ് എന്തായാലും വേണ്ട. അപ്പൊ നമ്മൾ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി un കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി un എന്ന് വെച്ചാൽ -n/2n+5. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? n കോമൺ എടുത്തു. n കോമൺ എടുത്താൽ എന്ത് സംഭവിക്കും? ന്യൂമറേറ്ററിലും n കിടപ്പുണ്ട്, ഡിനോമിനേറ്ററിലാണ് n കോമൺ എടുക്കുന്നത്. അപ്പൊ എന്ത് വരും? 2+5/n. ശരിയല്ലേ? ഈ n വെട്ടിപ്പോയി. അപ്പൊ മിച്ചം എന്ത് വരും? -1/2 + 5/n. ഈ 5/n ന്റെ വാല്യൂ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? 5/n എന്തായി പോകും? 0 ആയി പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/2 + 0, that is -1/2. -1/2 not equal to 0. അതുകൊണ്ട് നമ്മുടെ സീരീസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്, ഷോ ദാറ്റ് ദ സീരീസ് 1 - 1 + 1 ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ സീരീസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എക്സാമിൽ ചോദിച്ചത്. അതിന്റെ un നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? un is 1 if n is odd, un is -1 if n is even. ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി un നെ പറ്റി? ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി un എപ്പോഴെങ്കിലും 0ലേക്ക് പോകും? ഇല്ല, അത് ഒന്നിലും -1 കിടന്ന് എന്ത് ചെയ്യും? അതിന് ഓസിലേറ്റ് ചെയ്തു. സോ ഇത് ഒരിക്കലും 0 ആകത്തില്ല. അതുകൊണ്ട് നമ്മുടെ സീരീസ് എന്തായിരിക്കും? ഡൈവേർജന്റ് ആണ്. ശരിയല്ലേ? കാരണം ഇത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്തില്ല. കാരണം 1ൽ -1 കിടന്ന് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. 1ലേക്ക് പോകും, പിന്നെ -1, പിന്നെ 1ൽ പോകും, ആ കിടന്ന് ഓസിലേറ്റ് ചെയ്യാണ്. സോ ഇത് എന്ത് ചെയ്യും? ഈ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് പറയും. ഇനി അടുത്ത എക്സാമ്പിൾ നമ്മുടെ ജോമെട്രിക് സീരീസ് ബന്ധപ്പെട്ടാണ്. ഫോർ a not equal to 0, the geometric series sigma n = 0 to infinity ar raised to n. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് എന്ത്? a plus ar plus ar square plus etc ar raised to n minus 1 plus etc. ഓക്കേ, ഇത് ഡൈവേർജ് ചെയ്യും if mod r greater than or equal to 1 ആണെന്നാണ് പറയുന്നത്. ഓക്കേ, ഡൈവേർജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഡൈവേർജൻസ് കാണിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ഓക്കേ, ഡൈവേർജൻസ് ആണ് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്ത് ടേം ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സീരീസിന്റെ എന്ത് ടേം നമ്മുടെ un എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ un എന്ന് വെച്ച് കഴിഞ്ഞാൽ ar raised to n minus 1 എന്ന് പറയുന്നതാണ്. ശരിയാണല്ലോ? ഓക്കെ, നമ്മൾ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി un കണ്ടുപിടിക്കുന്നു അല്ലേ? ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ar raised to n minus 1. Okay, as n tends to infinity, a എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരിക്കലും 0 ആകില്ല. n ന്റെ വാല്യൂ ലാർജ് ആകുമ്പോൾ r raised to n minus 1 എങ്ങോട്ട് പോകും? ഒരു കാര്യം ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് r greater than 1 ആണ്. ഓക്കെ, എങ്കിൽ ഇത് ഒരിക്കലും എങ്ങോട്ട് പോകത്തില്ല? ഇത് ഒരിക്കലും 0ലേക്ക് പോകത്തില്ല. ഒന്നെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സീരീസ് ഡൈവേർജ് ചെയ്യും ഇഫ് മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. നേരെ മറിച്ച് മോഡ് ആർ ലെസ് ദാൻ 1 ആയിരുന്നെങ്കിലേ, മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് 0ലേക്ക് പോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ മോഡ് ആർ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഏതെങ്കിലും വാല്യൂ, മോഡ് ആർ ലെസ് ദാൻ 1 മീൻസ് -1. ഓക്കെ, -1 നും 1 നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ
ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക. ഫോർ എക്സാമ്പിൾ 0.5 എടുത്തിട്ട് അതിന്റെ പവറുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പോവാം. 0.5/100, 0.5/1000, 0.5/10,000 അങ്ങനെ പോവാം. അവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റും പവർ കൂടുന്തോറും സംഖ്യ ചെറുതായി വരും. പക്ഷേ മോഡാറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പവർ എടുക്കുന്തോറും വലിയ പവർ എടുക്കുന്തോറും സംഖ്യ വലുതായിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. പോസിറ്റീവ് ആണ്. ചെറുതാണെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റിലേക്ക് ഒരിക്കലും സീറോയിലേക്ക് അടുത്ത് വരത്തില്ല. ഓക്കെ, മനസ്സിലായി? അപ്പം അതാണ്. അപ്പൊ എക്സാമ്പിൾ 3യിൽ നിന്ന് ഇപ്പം പഠിച്ച ഇതാണ് എക്സാമ്പിൾ 3. ഈ എക്സാമ്പിൾ 3യിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? നമ്മുടെ ജോമെട്രിക് സീരീസ് ഡൈവേർജ് ചെയ്യും ഇഫ് മോഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സാമ്പിൾ 9 7 അല്ല എക്സാമ്പിൾ 9 കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രീവിയസ് ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് പഠിച്ചു? ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യും വെൻ മോഡ് ആർ ലെസ് ദാൻ 1. സോ ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് ഓക്കെ കൺവേർജ് ചെയ്യും ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ഈ ചാപ്റ്റർ എന്ത് പറയുന്നു? ഡൈവേർജസ് ഇഫ് മോഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക. ജോമെട്രിക് സീരീസിന്റെ ഈ പ്രത്യേകത നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ സീരീസ് സിഗ്മ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി x റൈസ് ടു k. ഇത് കൺവേർജ് ചെയ്യുമെന്നാണ് ഡിറ്റർമൈൻ ചെയ്ത് കൺവേർജന്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൺവേർജന്റ് ആണെങ്കിൽ ഫൈൻഡ് ദ സം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സീരീസ് കൺവേർജ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ടൈം എത്രയാണ്? a എന്ന് വെച്ച് കഴിഞ്ഞാൽ 1. ഇതിന്റെ കോമൺ റേഷ്യോ r എന്ന് വെച്ചാൽ എത്രയാണ്? x. ശരിയാണല്ലോ. നമ്മൾ മനസ്സിലാക്കി കോമൺ റേഷ്യോയുടെ വാല്യൂ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതാണ് പറയുന്നത് കൺവേർജന്റ് ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1. അപ്പം മോഡ് x ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? കൺവേർജ് ചെയ്യും. മോഡ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിലോ ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഒരു ജോമെട്രിക് സീരീസിന്റെ സം കണ്ടുപിടിക്കാൻ കൺവേർജന്റ് ആയിട്ട് a/1 - r. അപ്പൊ ഇവിടെ a യുടെ സ്ഥാനത്ത് എത്രയാണ്? 1. r ന്റെ സ്ഥാനത്ത് എത്രയാണ്? x. സോ 1/1 - x എന്നുള്ളതായിരിക്കും ആ സം എന്ന് പറയുന്നത്. എപ്പോൾ? കൺവേർജ് ചെയ്യുമ്പോൾ. ഓക്കെ, മനസ്സിലായി? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ട് പഠിക്കുക. ഓക്കെ.